പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദ ഖുർആൻ മാസ്റ്റേഴ്സിന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നമ്മുടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ദാനധർമ്മം. ദാനധർമ്മത്തിന് വളരെ പുണ്യമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ സമ്പത്തുകൾ തരുന്നത് ദാനധർമ്മം ചെയ്യാനാണ്. നമുക്ക് അതിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ധർമ്മം ചെയ്ത ഗുണം ചെയ്തവനാവുകയില്ല, ധർമ്മം ചെയ്ത സഹായിച്ചവനാവുകയില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് വരെ. ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അതായത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് സമ്പന്നനായ ഒരാള് എന്തെങ്കിലും ഒരു 50 റുപ്യ 100 റുപ്യയിലാക്കി കൊടുക്കുക എന്നുള്ള സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഒരാൾക്ക് ആവശ്യത്തിനുള്ള ഒന്ന് സഹായിക്കാൻ പറ്റുന്ന, ഒന്ന് ഉപയോഗിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സമ്പത്തിൽ നിന്ന് ദാനധർമ്മം ചെയ്യണം. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം. അതായത് ഒരു വേസ്റ്റായ ഒരു കുറഞ്ഞൊരു ഭാഗം മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെറുതാക്കി കൊടുക്കരുത് എന്നർത്ഥം. പിന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദാനധർമ്മമൊക്കെ ചെയ്യും, ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കും. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. വെറുതെ നഷ്ടപ്പെട്ടു. നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ ലാ തുബ്തിലൂ സദഖാത്തികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്യുന്ന സദഖകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ബിൽ മന്നി വൽ അദാ, പീഡിപ്പിച്ചുകൊണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടും. അപ്പോൾ ഒരാൾക്ക് നമ്മൾ സഹായം കൊടുത്താൽ നമ്മൾ അതിങ്ങനെ എടുത്തു പറയുന്നത്, പ്രത്യേകിച്ച് ഈ കേൾക്കുന്നവന്റെ ഭാഗത്തോ വാങ്ങിയവന്റെ ഭാഗത്തോളം മാനസികമായിട്ട് വല്ലാത്ത വിഷമമുണ്ടാവും. അത് പറയാത്ത ആൾക്കാർ വേറൊന്നും ചെയ്യും, പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമുക്കൊരു 10,000 റുപ്യയിലാക്കി ചെറുക്ക കൊടുത്ത ഒരാളാണെങ്കിൽ പിന്നെ വീട്ടിൽ പരിപാടി ഉണ്ടാകുമ്പോൾ അവരെ വീട്ടുകാരോട് പറയുക, നിങ്ങൾ നമ്മളൊരു പരിപാടി ഉണ്ടെങ്കിൽ സഹായിക്കാൻ വരണം. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ആളായതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റൂല. നമുക്കാണെങ്കിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കല്ല, നിർവാഹമില്ല എന്നുള്ള അവസ്ഥ വരും. മാഷാ അല്ലാഹ്. അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.